ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഷോഡശോധ്യായം. ഇതിൽ 7ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ഷോഡശോധ്യായഃ. മൈത്രേയ ഉവാച. ഏവം ബ്രുവാണം നൃപതിം ഗായകാമുനിചോദിതാ തുഷ്ടുപുസ്തുഷ്ടമനസസ്തദ്വാഗമൃതസേവയാം നാലം വയം തേ മഹിമാനുവർണ്ണനെ യോ ദേവവര്യോവതതാര മായയാ വേനാം ഗജാതസ്യ ച പൗരുഷാണി തേ വാചസ്പതീനാമപി ബഭ്രമൂർധിയഃ അഥാപ്യുദാരശ്രവസപൃഥോർഹരേ കലാവതാരസ്യ കഥാമൃതാദൃതാ യഥോപദേശം മുനിഭിഃ പ്രചോദിതാ ശ്ലാഘ്യാനി കർമാണി വയം വിതന്മഹി ഏഷ ധർമ്മഭൃതാം ശ്രേഷ്ഠോ ലോകം ധർമ്മേനുവർത്തയൻ ഗോപ്താ ച ധർമ്മസേതൂനാം ശാസ്താതൽപരിബന്ധിനാം ഏഷ വൈ ലോകപാലാനാം ബിഭ്രത്യേകസ്തനൗ തനൂ കാലേ കാലേ യഥാഭാഗം ലോകയോരുഭയോർഹിതം വസുകാല ഉപാദത്തെ കാലേ ചായം വിമുഞ്ചതി സമസ്സർവേഷു ഭൂതേഷു പ്രതപൻ സൂര്യവത് വിഭുഃ തിദിക്ഷത്യക്രമം വൈന്യ ഉപര്യാക്രമതാമപി ഭൂതാനാം കരുണ ശശ്വതാർത്താനാം ക്ഷിതിവൃത്തിമാൻ. 8ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. 8ാമത്തെ ശ്ലോകം. ദേവേ വർഷത്യസൗ ദേവോ നരദേവ വപുർഹരിഃ കൃച്ഛ്രപ്രാണാഃ പ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവത്. ദേവേ വർഷത്യസൗ ദേവോ നരദേവ വപുർഹരിഃ കൃച്ഛ്രപ്രാണാഃ പ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവത്. അപ്പോൾ ഈ ദേവൻ, ഈ രാജശരീരം സ്വീകരിച്ചിട്ടുള്ള ആ ദേവൻ ശ്രീഹരി തന്നെയാണ് ആ പൃഥുവിൻ്റെ ശരീരം എന്നാകയാൽ ആ ഇന്ദ്രൻ വർഷിക്കാതിരുന്നാൽ അത് പ്രാണസങ്കടം ബാധിക്കുന്ന പ്രജകളെ ഇദ്ദേഹം ഇന്ദ്രനെപ്പോലെ താമസമന്യേ രക്ഷിക്കുന്നതാണ് പറയുന്നത്. ദേവേ വർഷത്യസൗ ദേവവും. അസൗ ദേവ എന്ന് പറഞ്ഞാൽ ഈ ദേവൻ നരദേവ വപുർഹരി, ആ രാജശരീരം സ്വീകരിച്ചിരിക്കുന്ന ആ ശ്രീഹരി തന്നെയാണ്. ഹരിഹി ആകയാൽ ദേവേ ആ ഇന്ദ്രൻ അവർഷതി വർഷിക്കാതിരുന്നാൽ കൃച്ഛ്രപ്രാണാഹ ആ പ്രാണസങ്കടം ബാധിക്കുന്ന പ്രജകൾക്ക് ഇദ്ദേഹം ആ ഇന്ദ്രനെപ്പോലെ താമസമന്യേ വർഷം അവിടെ കൊടുത്ത് രക്ഷിക്കുന്നതാണെന്നാണ് പറയുന്നത്. കൃച്ഛ്രപ്രാണ പ്രജാഹ്യേഷ രക്ഷിഷ്യത്യഞ്ജസേന്ദ്രവത്. ഇന്ദ്രനെപ്പോലെ ആ രാജാവ് അവിടെ വർഷം ഉണ്ടാക്കിയിട്ട് ആ കൃച്ഛ്രപ്രാണന്മാരെയൊക്കെ രക്ഷിക്കുന്നുള്ളതാണ് പറഞ്ഞത്. അതിലത്തെ പദങ്ങൾ നോക്കാം. അസൗ ദേവഃ ഈ ദേവൻ, നരദേവ വപുഹു രാജശരീരം സ്വീകരിച്ച, ഹരിഹി ഈ ശ്രീഹരി തന്നെ ആകയാൽ, ദേവേ ആ ഇന്ദ്രൻ അവർഷതി വർഷിക്കാതിരുന്നാൽ, കൃച്ഛ്രപ്രാണാഹ ആ പ്രാണസങ്കടം ബാധിക്കുന്ന പ്രജാഹ ആ പ്രജകളെ, ഏഷഃ ഇദ്ദേഹം, ഇന്ദ്രവത് ഇന്ദ്രനെപ്പോലെ, അഞ്ജസ താമസമന്യേ രക്ഷിഷ്യതി രക്ഷിക്കുന്നതാണ്. ഒന്നും കൂടി പറയാം. അസൗ ദേവഃ ഈ ദേവൻ, നരദേവ വപുഹു രാജശരീരം സ്വീകരിച്ച, ഹരിഹി ഹി ശ്രീഹരി തന്നെ ആകയാൽ, ദേവേ ഇന്ദ്രൻ അവർഷതി വർഷിക്കാതിരുന്നാൽ, കൃച്ഛ്രപ്രാണാഹ പ്രാണസങ്കടം ബാധിക്കുന്ന പ്രജാഹ പ്രജകളെ, ഏഷഃ ഇദ്ദേഹം, ഇന്ദ്രവത് ഇന്ദ്രനെപ്പോലെ, അഞ്ജസ താമസമന്യേ രക്ഷിഷ്യതി രക്ഷിക്കുന്നതാണ്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അസൗ ദേവഃ നരദേവ വപുഹു ഹരിഹി ഹി ദേവേ അവർഷതി കൃച്ഛ്രപ്രാണാഃ പ്രജാ ഏഷഃ ഇന്ദ്രവത് അഞ്ജസ രക്ഷിഷ്യതി. എന്നും കൂടി പറയാം. അസൗ ദേവഃ നരദേവ വപുഹു ഹരിഹി ഹി ദേവേ അവർഷതി കൃച്ഛ്രപ്രാണാഃ പ്രജാ ഏഷഃ ഇന്ദ്രവത് അഞ്ജസ രക്ഷിഷ്യതി. ഈ ദേവൻ രാജശരീരം സ്വീകരിച്ചിരിക്കുന്ന ശ്രീഹരി തന്നെ ആകയാൽ, ഇന്ദ്രൻ വർഷിക്കാതിരുന്നാൽ
ആ പ്രാണസങ്കടം ബാധിക്കുന്ന പ്രജകളെ ഇദ്ദേഹം ഇന്ദ്രനെ പോലെ താമസമന്യേ രക്ഷിക്കുന്നതാണ്. തൻ്റെ തലയിൽ ചവിട്ടുന്നവരെ പോലും ഇദ്ദേഹം ക്ഷമിക്കുന്നു എന്ന് കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. അത്രയും ക്ഷമാശീലനുള്ള ആളാണ് ആ പൃഥു മഹാരാജാവ്. ദുഃഖിതരായിരിക്കുന്ന ജീവജാലങ്ങളിൽ എപ്പോഴും കൃപയോടെ വർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഭൂമിയുടെ ധർമ്മങ്ങൾ ഇദ്ദേഹത്തിൽ പ്രകടമാണ്. ചിലരുടെ ദുഃഖം അക്രമരൂപം പ്രാപിക്കും. അത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ട് ക്ഷമിച്ച് അവരുടെ സങ്കട നിവൃത്തി വരുത്തുമെന്നർത്ഥം. ഇന്ദ്രൻ വർഷിക്കാതെ പ്രജകൾ പ്രാണധാരത്തിന് കഷ്ടപ്പെടുമ്പോൾ ശ്രീഹരിയുടെ മനുഷ്യരൂപമായിരിക്കുന്ന ഇദ്ദേഹം ഇന്ദ്രൻ്റെ ആ അധികാരത്തെ സ്വയം ഏറ്റെടുത്ത് ജനങ്ങളെ രക്ഷിക്കും എന്നതാണ് ഇതിൽ പറയുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻ മഴ പെയ്യിക്കാതിരിക്കുമ്പോൾ ഇദ്ദേഹം മഴയില്ലാത്തതിനാൽ ഞെരുങ്ങുന്ന പ്രജകളെ ഇന്ദ്രനെന്നോണം വിഷമമെന്യേ രക്ഷിക്കും. കാരണം ഈ ദേവൻ രാജാവിൻ്റെ വേഷമെടുത്ത സാക്ഷാൽ ശ്രീഹരി തന്നെ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പല സകല ഭൂതങ്ങളിലും രാഗദ്വേഷാദി ഭാവങ്ങളില്ലാതെ സമനായിരിക്കുന്ന ഇദ്ദേഹം സൂര്യനെ പോലെ സർവരിലും സ്വപ്രതാപത്തെ പ്രകാശിപ്പിക്കും. സൂര്യൻ കിരണങ്ങൾ കൊണ്ട് സമുദ്രാദി ജലാശയങ്ങളിൽ നിന്നും ജലത്തെ വലിച്ചെടുക്കുന്നത് പോലെ ഇദ്ദേഹം സമൃദ്ധികാലത്തിൽ പ്രജകളിൽ നിന്നും കരം പിരിച്ചെടുക്കും. വർഷകാലത്തിൽ സൂര്യൻ ജലത്തെ ലോകത്തിന് വിട്ടുകൊടുക്കുന്നത് പോലെ ക്ഷാമകാലത്തിൽ പ്രജകൾക്ക് ധനം ദാനം ചെയ്ത് സംരക്ഷിക്കും. ഇതൊക്കെ ഇന്നലെ പറഞ്ഞുള്ള ആ ശ്ലോകങ്ങളിൽ. അപ്പോൾ ഈ പ്രവൃത്തികൾ നിമിത്തം സൂര്യസാദൃശ്യം രാജാവിനുണ്ടെന്ന് സ്പഷ്ടമാക്കിയിരിക്കുന്നു. സങ്കടപ്പെടുന്ന പ്രാണികളുടെ നേരെ കരുണാശീലനും ഭൂമിദേവിയെപ്പോലെ സർവ്വഥാ ക്ഷമിക്കുന്നവനുമായിരിക്കുന്ന ആ വേനാംഗജാതനായിരിക്കുന്ന ഈ മഹാൻ കാൽ കൊണ്ട് ശിരസിൽ ചവിട്ടുന്നവരെ അവരുടെ നേരെയും ക്ഷമ കാണിക്കും. ഇതിനാൽ ക്ഷത്രിയാംശം ഇദ്ദേഹത്തിലുണ്ട് എന്ന് കാണിച്ചു. ഇതും പറഞ്ഞു. ഇനി വർഷാധിപതിയായിരിക്കുന്ന ദേവേന്ദ്രൻ കാലത്തിൽ വർഷിക്കാതെ ഇരിക്കുമ്പോൾ കഷ്ടത്തിലകപ്പെട്ടിരിക്കുന്ന പ്രജകളെ രാജസ്വരൂപത്തെ ധരിച്ച് അവതരിച്ചിരിക്കുന്ന ശ്രീഹരിയായ ഈ മഹാൻ പ്രയാസം കൂടാതെ ഇന്ദ്രനെപ്പോലെ സ്വശക്തിയ വർഷത്തെ ജനിപ്പിച്ചിട്ട് രക്ഷിക്കും. അതിനാൽ ഇന്ദ്രാംശവും ഇദ്ദേഹത്തിൽ ഉണ്ടെന്ന് വരുന്നു. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ ഭൂതാനാം നിരന്തരം കരുണ ക്ഷമയാ ഭൂരിവ ഇന്ദ്രയെ അവർഷതി. ഇന്ദ്രൻ വർഷിക്കാതിരിക്കുമ്പോൾ ഇന്ദ്രയെ അവർഷതി സതി ആ സമയത്ത് ദുഃഖിക്കുന്ന പ്രജാഹ സ്വയം വൃഷ്ടിം കൃത്വ ആ സമയത്ത് സ്വന്തം വൃഷ്ടിയെ ഉണ്ടാക്കിയിട്ട് രക്ഷിഷ്യതി ആ പ്രജകളെ സംരക്ഷിക്കുന്നതാണ് പറയുന്നത്. ഇന്ദ്രയെ അവർഷതി സതി ഇന്ദ്രൻ ആ വർഷിക്കാതിരിക്കുമ്പോൾ ദുഃഖിതാഹ പ്രജാഹ ആ ദുഃഖിച്ചിരിക്കുന്ന പ്രജകൾക്ക് സ്വയം വൃഷ്ടിം കൃത്വ സ്വന്തമായിട്ട് ആ വൃഷ്ടിയെ ഉണ്ടാക്കി രക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ദ്രിയെ അവർഷതി സതി ദുഃഖിതാഹ പ്രജാഹ സ്വയം വൃഷ്ടിം കൃത്വ രക്ഷിഷ്യതി. ഇതാണ് ഇതിൻ്റെ ആ വ്യാഖ്യാനം വരുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 9ാമത്തെ ശ്ലോകം. ആപ്യായയത്യസൗ ലോകം വദനാമൃതമൂർത്തിന സാനുരാഗാവലോകേന വിശദസ്മിതചാരുണ. ആപ്യായയത്യസൗ ലോകം വദനാമൃതമൂർത്തിന സാനുരാഗാവലോകേന വിശദസ്മിതചാരുണ. അനുരാഗത്തോടെ സാനുരാഗാവലോകേന അനുരാഗത്തോടെയുള്ള കടാക്ഷത്താലും വിശദസ്മിതചാരുണ വിശാലമായിരിക്കുന്ന വിശദമായ മന്ദഹാസത്താലും മനോഹരമായിരിക്കുന്ന
വദനാമൃതമൂർത്തിന, ആ മുഖചന്ദ്രനാൽ ഇദ്ദേഹം ലോകത്തെ ആഹ്ലാദിപ്പിക്കുന്നു. ആപ്യായത്യ അസൗ, ഇദ്ദേഹം ലോകത്തെ ആഹ്ലാദിപ്പിക്കുന്നു. എങ്ങനെ? വദനാമൃതമൂർത്തിന, എങ്ങനെയുള്ള വദനം? മുഖാരവിന്ദം ഉള്ളതാ. സാനുരാഗാവലോകന, അനുരാഗത്തോടെ അവലോകനം ചെയ്തുകൊണ്ട്, വിശദസ്മിതചാരുണ, വിശാലമായിരിക്കുന്ന ആ പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ആ അരുണാഭമായിരിക്കുന്ന ആ മുഖചന്ദ്രനാൽ അദ്ദേഹത്തിൻ്റെ ആ വദനാമൃതമൂർത്തിന, അങ്ങനെയുള്ള മുഖാരവിന്ദമുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ ലോകത്തെ, അങ്ങനെയുള്ള ആ മുഖചന്ദ്രനുള്ള അദ്ദേഹം ലോകത്തെ ആപ്യായയതി ആഹ്ലാദിപ്പിക്കുന്നു. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. സാനുരാഗാവലോകേന, അനുരാഗത്തോടു കൂടിയുള്ള കടാക്ഷത്താലും, വിശദസ്മിതചാരുണ, വിശദമായിരിക്കുന്ന മന്ദഹാസത്താലും, മനോഹരമായ വദനാമൃതമൂർത്തിന, മുഖചന്ദ്രനാൽ, അസൗ ഇദ്ദേഹം, ലോകത്തെ ആപ്യായയതി ആഹ്ലാദിപ്പിക്കുന്നു. ഒന്നും കൂടി പറയാം. സാനുരാഗാവലോകേന, അനുരാഗത്തോടെയുള്ള കടാക്ഷത്താലും, വിശദസ്മിതചാരുണ, വിശദമായ മന്ദഹാസത്താലും, മനോഹരമായ വദനാമൃതമൂർത്തിന, മുഖചന്ദ്രനാൽ, അസൗ ഇദ്ദേഹം, ലോകത്തെ ആപ്യായയതി ആഹ്ലാദിപ്പിക്കുന്നു. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് സാനുരാഗാവലോകേന വിശദസ്മിതചാരുണ വദനാമൃതമൂർത്തിന അസൗ ലോകം ആപ്യായയതി. എന്നും കൂടി പറയാം. സാനുരാഗാവലോകേന വിശദസ്മിതചാരുണ വദനാമൃതമൂർത്തിന അസൗ ലോകം ആപ്യായയതി. അതായത് അനുരാഗത്തോടെയുള്ള കടാക്ഷത്താലും, വിശദമായ മന്ദഹാസത്താലും, മനോഹരമായ മുഖചന്ദ്രനാൽ ഇദ്ദേഹം ലോകത്തെ ആഹ്ലാദിപ്പിക്കുന്നു. അങ്ങനെ ആ ഇന്ദ്രാംശവും ഇദ്ദേഹത്തിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആദിത്യനാണ് വർഷത്തിൻ്റെ അധിപതിയെങ്കിലും ആ വർഷത്തെ ഭൂമിയിലെത്തിക്കുന്നത് ഇന്ദ്രനാണെന്ന് സങ്കല്പിക്കാം. അനുരാഗമാകുന്ന കടാക്ഷത്തോടും മനോഹരമായ മന്ദഹാസത്തോടും കൂടിയ തൻ്റെ ആ ശ്രീമുഖമാകുന്ന ചന്ദ്രനെ കൊണ്ട് ഇദ്ദേഹം ലോകരെ ആനന്ദിപ്പിക്കുന്നു എന്ന് പറയുന്നു. അമൃതമൂർത്തി എന്നാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. ഇതിന് അവലംബമായിരിക്കുന്ന ഒരു ചരിത്രം ബ്രഹ്മവൈവർത്ത പുരാണത്തിലുണ്ട്. ഗുരുപത്നിയായിരിക്കുന്ന താരയെ പ്രാപിച്ച പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിന് ആ ചന്ദ്രനെ പരമേശ്വരൻ ക്ഷീരസമുദ്രത്തിൽ സ്നാനം ചെയ്യിച്ചു. അങ്ങനെയാണ് അമൃതമയനായത്. ക്ഷീരോദേ സ്നാപയിത്വാ ച പ്രായശ്ചിത്തേന ശങ്കരഃ ചകാര ചന്ദ്രം നിഷ്പാപം ബ്രഹ്മണ സഹിതഃ ശുചി. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ആ അനുരാഗപൂർണമായിരിക്കുന്ന കടാക്ഷത്തോടു കൂടിയതും നിർമ്മലവും ആയിരിക്കുന്ന മന്ദഹാസം കൊണ്ട് ആകർഷകമായിരിക്കുന്ന തൻ്റെ മുഖചന്ദ്രനാൽ ലോകം മുഴുവൻ ആനന്ദിപ്പിക്കുന്നു. ഇപ്പോൾ ചന്ദ്രാംശം രാജാവിനുണ്ടെന്ന് കാണിക്കുകയാണ്. ശുദ്ധമായ മന്ദഹാസമാകുന്ന ചന്ദ്രിക നിമിത്തം മനോഹരമായും സ്നേഹസൂചകമായിരിക്കുന്ന കടാക്ഷത്തോടു കൂടിയും ഇരിക്കുന്ന മുഖമാകുന്ന ചന്ദ്രനെ കൊണ്ട് ഈ രാജാവ് ലോകത്തെ ആനന്ദിപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖം ദർശിക്കുന്നത് കൊണ്ട് തന്നെ ലോകം ചന്ദ്രദർശനത്താൽ എന്ന പോലെ സന്തോഷിക്കുന്നതിനാൽ ചന്ദ്രാംശം ഇദ്ദേഹത്തിൽ ഉണ്ടെന്ന് സാരം. സൂര്യാംശം, ഇന്ദ്രാംശം, ചന്ദ്രാംശം മൂന്നിൻ്റെയും അംശങ്ങളായി പറയുന്നു. അപ്പോൾ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ വദനചന്ദ്രേണ ആ മുഖാരവിന്ദം കൊണ്ട് ലോകം ചന്ദ്രവത് ലോകത്തെ ചന്ദ്രവത് സുഖയതി ചന്ദ്രനെപ്പോലെ സുഖിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. ഇത്രേ പറയുള്ളൂ. വദനചന്ദ്രേണ ലോകം ചന്ദ്രവത് സുഖയതി ആ മുഖ ആരവിന്ദം കൊണ്ട് ലോകത്തെ ചന്ദ്രനെപ്പോലെ സുഖശീതളിമ ഉണ്ടാക്കി തീർക്കുന്നു. വദനചന്ദ്രേണ ലോകം ചന്ദ്രവത്
സുഖയതി എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. അവ്യക്തവത്മൈഷ നിഗൂഢകാര്യോ ഗംഭീരവേധ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മ്യഗുണൈകധാമ പൃഥുപ്രചേത ഇവ സംവൃതാത്മാ. അവ്യക്തവത്മൈഷ നിഗൂഢകാര്യോ ഗംഭീരവേധ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മ്യഗുണൈകധാമ പൃഥുപ്രചേത ഇവ സംവൃതാത്മാ. ഏഷഃ പൃഥു. അങ്ങനെ ഈ പൃഥു അവ്യക്തവത്മാ, ഊഹിക്കാനാവാത്ത മാർഗത്തോടു കൂടിയവനും രഹസ്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവനും അതുപോലെ അത്യഗാധ ചിന്തകനും ചിന്ത ഉള്ള ആളും പിന്നെ സുരക്ഷിതമായിരിക്കുന്ന ധനത്തോടു കൂടിയവനും അളവറ്റ മാഹാത്മ്യത്തോടു കൂടിയവനും ഏകാശ്രയമായവനും വരുണനെ പോലെ രഹസ്യ സ്വഭാവിയും ആകുന്നു എന്നൊക്കെ പറയുന്നത്. അവ്യക്തവത്മേഷ, ഊഹിക്കാനാവാത്ത മാർഗത്തോട് കൂടിയവൻ എന്നുള്ള അവ്യക്തവർമേഷ എന്ന്. നിഗൂഢകാര്യോ, രഹസ്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളാണ്. ഗംഭീരവേധ, എന്താ ഗംഭീരവേധ എന്ന് പറഞ്ഞാൽ അത്യഗാധ ചിന്തകൻ. ഗംഭീരവേധ അഗാധ ചിന്തകനാണ്. ഉപഗുപ്തവിത്തം, ഉപഗുപ്തവിത്ത സുരക്ഷിതമായിരിക്കുന്ന ധനത്തോടു കൂടിയവൻ. ഉപഗുപ്തവിത്തം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ധനത്തോടു കൂടിയവൻ. അനന്തമാഹാത്മ്യഗുണൈകധാമ, അനന്തമായിരിക്കുന്ന ആ അളവറ്റ മാഹാത്മ്യത്തോടു കൂടിയ ഗുണങ്ങൾക്ക് ഗുണൈകധാമ പൃഥുപ്രചേത. പൃഥുചക്രവർത്തി പ്രചേതാഹ ഇവ, വരുണനെ പോലെ. പ്രചേതാ ഇവ സംവൃതാത്മാ, വരുണനെ പോലെ രഹസ്യ സ്വഭാവിയും ആകുന്നു. സംവൃതാത്മാ എന്ന് പറഞ്ഞാൽ രഹസ്യ സ്വഭാവിയും ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവ്യക്തവത്മേഷ നിഗൂഢകാര്യോ ഗംഭീരവേധ ഉപഗുപ്തവിത്ത അനന്തമാഹാത്മ്യഗുണൈകധാമ പൃഥുപ്രചേത ഇവ സംവൃതാത്മാ. പദങ്ങളെ ഏഷഃ പൃഥു, ഈ പൃഥു അവ്യക്തവത്മാ, ഊഹിക്കാനാവാത്ത മാർഗത്തോടു കൂടിയവനും നിഗൂഢകാര്യ, രഹസ്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവനും ഗംഭീരവേധാഹ, അത്യഗാധ ചിന്തകനും ഉപഗുപ്തവിത്ത, സുരക്ഷിതമായ ധനത്തോടു കൂടിയവനും അനന്തമാഹാത്മ്യഗുണൈകധാമ, അളവറ്റ മാഹാത്മ്യത്തോടു കൂടിയ ആ ഗുണങ്ങൾക്ക് ഏകാശ്രമയമായവനും പ്രചേതാഹ ഇവ, വരുണനെ പോലെ സംവൃതാത്മാ, രഹസ്യ സ്വഭാവിയും ആകുന്നു എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഏഷഃ പൃഥു, ഇപ്രകാരം ആ പൃഥു അവ്യക്തവത്മാ, ഊഹിക്കാനാവാത്ത മാർഗത്തോടു കൂടിയവനും നിഗൂഢകാര്യ, രഹസ്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവനും ഗംഭീരവേധാഹ, അത്യഗാധ ചിന്തകനും ഉപഗുപ്തവിത്ത, സുരക്ഷിതമായ ധനത്തോടു കൂടിയവനും അനന്തമാഹാത്മ്യഗുണൈകധാമ, അളവറ്റ മഹാത്മ്യത്തോടു കൂടിയ ഗുണങ്ങൾക്ക് ഏകാശ്രയമായവനും പ്രചേതാഹ ഇവ, വരുണനെ പോലെ സംവൃതാത്മാ, രഹസ്യ സ്വഭാവിയുമാകുന്നു. ഇദ്ദേഹത്തിൻ്റെ മാർഗം ആർക്കും പ്രവചിക്കാനാവാത്ത വിധം അവ്യക്തമാണെന്നർത്ഥം. വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവനാണ്. അത്യഗാധമായിരിക്കുന്ന ചിന്താഗതിയുള്ളവനാണ്. ധാരാളം ധനം സംഭരിച്ച് രക്ഷിക്കും. തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര മാഹാത്മ്യവും ഗുണഗണങ്ങളും ഉള്ളവനായിരിക്കും. അപ്രകാരമുള്ള ഈ പൃഥു സമുദ്രദേവതയായിരിക്കുന്ന വരുണനെ പോലെ ഗൂഢമായ ആത്മാവോടുകൂടിയവനുമായിരിക്കും. ഇവിടെ വരുണാംശവും കാണിക്കുകയാണ്. അപ്പോൾ അടുത്തതിൽ വരുണാംശത്തെ കാണിക്കും. പ്രചേതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുണനാണ്. പ്രചേതാഹ പാശിനി മുനൗന പ്രഹൃഷ്ടഹൃദി ത്രിഷു. മേദിനിയിൽ പറയുന്നുണ്ട്. പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായ പ്രചേതസ്സുകളുടെ ചരിത്രം ഈ സ്കന്ധത്തിൻ്റെ ഒടുവിൽ വരുന്നുണ്ട്. അവരിൽ രണ്ടാമനാണ് വരുണൻ. പ്രചേതാ നാമ തേഷാം വൈ ജാതം തേ ചൈകരൂപിണം ദ്വിതീയോ വരുണോ നാമ യാദസാം പതിരപ്പതി ദദൗ പാശം തദാ ബ്രഹ്മ ദൈത്യബന്ധന ഹേതവേ. ഭവിഷ്യപുരാണത്തിൽ ചരിത്രം പറയുന്നുണ്ട് വരുണൻ്റെ. വരുണൻ പൂർവ്വകൽപ്പത്തിൽ ആപവൻ എന്നൊരു ബ്രാഹ്മണനായിരുന്നു. ഭദ്രകാളിയെ ഉപാസിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ കൽപ്പത്തിൽ വരുണനായതെന്ന് ആ പൂർവ്വവൃത്താന്തം ഭവിഷ്യത്തിൽ കാണാം. വരുണന് അസുരന്മാരെ ബന്ധിക്കാൻ ബ്രഹ്മാവാണ് പാശം നൽകിയതെന്നും ഇവിടെ പറയുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ വരുണാംശത്തെ കാണിക്കുകയാണ്.
ഈ പൃഥു വരുണനെന്നോണം അവ്യക്തമാർഗത്തോടു കൂടിയവനും നിഗൂഢകാര്യനും ആരാലും അറിയപ്പെടാൻ കഴിയാത്ത അഭിപ്രായത്തോടു കൂടിയവനും സുരക്ഷിതവിത്തനും അതുപോലെ അനന്തമാഹാത്മ്യശാലിയും സർവഗുണങ്ങൾക്കും ആശ്രയഭൂതനും നിയന്ത്രിത സ്വഭാവത്തോടു കൂടിയവനും ആകുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഏതു വഴിക്ക് സഞ്ചരിക്കുന്നു, ഏതു വഴിക്ക് വരുന്നു എന്ന് അന്യന്മാർക്കറിയുവാൻ കഴിയുകയില്ല. എന്താണ് പ്രവർത്തിപ്പാൻ ഭാവിക്കുന്നതെന്ന് പുറത്തേക്ക് പ്രകാശിപ്പിക്കുകയും ഇല്ല. ഈ പ്രവൃത്തി എന്തിനായിട്ട് ചെയ്യുന്നുവെന്ന് ഫലം കൊണ്ട് മാത്രമല്ലാതെ മറ്റൊരു വിധത്തിലും അറിയപ്പെടുവാൻ സാധ്യമല്ല. അപ്പോൾ അറിയപ്പെടുവാൻ മാഹാത്മ്യത്തിനും ഗുണങ്ങൾക്കും ഏകമായ ആസ്പദമാണ് അദ്ദേഹം. ഇപ്രകാരം ഇരിക്കുന്ന പൃഥ്വിമഹാരാജാവ് വരുണനെ പോലെ പ്രകാശിക്കപ്പെടാത്ത സ്വരൂപത്തോടു കൂടിയിരിക്കുന്നവനാകുന്നു. വരുണാംശം ഉണ്ടെന്ന് ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറയണത് നോക്കാം. വ്യാഖ്യാനത്തിൽ അപ്രകടിതമാർഗോ, ആർക്കും മനസ്സിലാകാൻ പ്രകടിപ്പിക്കാൻ പറ്റാത്ത മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾ. രക്ഷിതവിത്തോ, വിത്തത്തെ ധനത്തെ രക്ഷിക്കുന്ന ആൾ. വരുണ ഇവ, വരുണനെ പോലെ ഇത് അപ്രകടിതമാർഗവും രക്ഷിതവിത്തോ ഒക്കെ ഉള്ള ആളാണ് ഇദ്ദേഹം. വരുണാംശം ഉള്ള ആളാണ് പൃഥ്വിമഹാരാജാവ്. അപ്രകടിതമാർഗോ രക്ഷിതവിത്തോ വരുണ ഇവ. അപ്രകടിതമാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടിപ്പിക്കാൻ പറ്റാത്ത മാർഗത്തിൽ സഞ്ചരിച്ചിട്ട് രക്ഷിതവിത്തോ, ആ ധനത്തെ രക്ഷിക്കുന്ന ആൾ. വരുണ ഇവ, വരുണനെ പോലെ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്രകടിതമാർഗോ രക്ഷിതവിത്തോ വരുണ ഇവ എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 11ാമത്തെ ശ്ലോകം. ദുരാസദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവാഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോനലഃ. ദുരാസദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവാഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോനലഃ. വേനനാകുന്ന അരണിയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന അഗ്നി സമീപസ്ഥനായാലും അകലത്തുള്ളവനെ പോലെ ദുഷ്പ്രാപ്യനും അതുപോലെ അസഹ്യനുമാണ്. കീഴ്പ്പെടുത്തുവാൻ സാധ്യമേ അല്ല. ദുരാസദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്പ്രാപ്യനാണ് അദ്ദേഹം. ദുർവിഷഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹ്യനാണ്. ആസന്നോപി വിദൂരവത്, അടുത്താണെങ്കിൽ പോലും സമീപസ്ഥനായാലും ദൂരത്തുള്ളവനെ പോലെ, അകലത്തിൽ ഉള്ളവനെ പോലെയാണ്. നൈവാഭിഭവിതും ശക്യോ, സാധ്യമേ അല്ല എന്ന്. അഭിഭവിതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്പ്പെടുത്താൻ, അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. നൈവാഭിഭവിതും, കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. വേനാരണ്യുത്ഥിതോനലഃ, വേനനാകുന്ന അരണിയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ആ അനലൻ അഗ്നി, ആ പൃഥ്വിമഹാരാജാവ് സമീപസ്ഥനായാലും അകലത്തുള്ളവനെ പോലെയാണ്. ദുഷ്പ്രാപ്യനാണ്, അസഹ്യനാണ്. ദുർവിഷഃ, അസഹ്യനാണ്. അഭിഭവിതും, കീഴ്പ്പെടുത്തുവാൻ സാധ്യമേ അല്ലാത്ത ആളാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ പദങ്ങൾ നോക്കാം. വേനാരണ്യുത്ഥിത, വേനനാകുന്ന അരണിയിൽ നിന്നും ഉത്ഭവിച്ച, ഉത്ഥിത ഉത്ഭവിച്ച. അനലഹ, അഗ്നി ആണ് പൃഥു. ആ പൃഥു. ആസന്നഃ അപി, സമീപസ്ഥനായാലും. വിദൂരവത്, അകലത്തുള്ളവനെ പോലെ. ദുരാസദഃ, ദുഷ്പ്രാപ്യനും. ദുർവിഷഃ ച, അസഹ്യനുമാണ്. അഭിഭവിത്തും, കീഴ്പ്പെടുത്തുവാൻ. നൈവ ശക്യ, സാധ്യമേ അല്ല ഉള്ള പറയുന്നത്. ഒന്നുകൂടി പറയാം. വേനാരണ്യുത്ഥിത, വേനനാകുന്ന അരണിയിൽ നിന്നും ഉത്ഭവിച്ച. അനലഹ, അഗ്നി പൃഥു. ആസന്നഃ അപി, സമീപസ്ഥനായാലും. വിദൂരവൽ, അകലത്തുള്ളവനെ പോലെയാണ്. ദുരാസദഃ, അദ്ദേഹം ദുഷ്പ്രാപ്യനും. ദുർവിഷഃ ച, അസഹ്യനും ആണ്. അഭിഭവിത്തും, കീഴ്പ്പെടുത്തുവാൻ. നൈവ ശക്യ, സാധ്യനേ അല്ല ഉള്ള പറയുന്നത്. അതിലത്തെ അന്വയം വന്നിട്ട് വേനാരണ്യുത്ഥിത
അനലഹ ഉത്ഥിത അനലഹ പൃഥു ആസന്നഃ അപി വിദൂരവത് ദുരാസദഃ ദുർവിഷഃ അഭിഭവിതും നൈവ ശക്യഃ. എന്നുകൂടി പറയാം. വേനാരണ്യുത്ഥിതഃ അനലഃ ആസന്നഃ അപി വിദൂരവത് ദുരാസദഃ ദുർവിഷഃ അഭിഭവിതും നൈവ ശക്യഃ. അപ്പോൾ വേനനാകുന്ന അരണിയിൽ നിന്നും ഉത്ഭവിച്ച അഗ്നി ആകുന്ന പൃഥു രാജാവ് സമീപസ്ഥനായാലും അകലത്തുള്ളവനെപ്പോലെ ദുഷ്പ്രാപ്യനും അസഹ്യനും ആണ്, കീഴ്പ്പെടുത്തുവാൻ സാധ്യനേ അല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ആർക്കും ഇദ്ദേഹത്തെ അതിക്രമിക്കാനോ സഹിക്കാനോ സാധ്യമല്ല. സമീപസ്ഥനാണെങ്കിലും ദുഷ്പ്രാപ്യനാകയാൽ വിദൂരസ്ഥനെ പോലെയാണ്. ധിക്കരിക്കാനും സാധ്യമല്ല, അദ്ദേഹത്തെ ധിക്കരിക്കാനും സാധ്യമല്ല. വേനൽ ആകുന്ന അരണി കടഞ്ഞുണ്ടായ അഗ്നി തന്നെയാണ് പൃഥു ചക്രവർത്തി. ഇവിടെ അഗ്നിയുടെ അംശത്തെ കാണിക്കുന്നത്. വരുണാംശം കഴിഞ്ഞ് ഇവിടെ ആ അഗ്നിയുടെ അംശത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്തുള്ളവനാണെങ്കിലും ദൂരത്തുള്ളവനെ പോലെ ശത്രുവിന് വരാനോ കയ്യേറാനോ കഴിയാത്തവനും വേനനാകുന്ന അരണിയിൽ നിന്നുമുണ്ടായതുമായ ഈ പൃഥുരൂപമായിരിക്കുന്ന അഗ്നി ആർക്കും അതിക്രമിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ വേനനാകുന്ന അരണിയിൽ നിന്നും ഉത്ഭവിച്ച ഈ മഹാരാജാവ് അഗ്നിതുല്യനാകുന്നു. എന്തുകൊണ്ടെന്നാൽ ശത്രുക്കൾക്ക് ഇദ്ദേഹത്തിൻ്റെ അരികത്ത് പോകാൻ കഴിയില്ല. ഇദ്ദേഹം വിടുന്ന ശസ്ത്രവർഷത്തെ ശത്രുക്കൾക്ക് തടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് ദൂരസ്ഥന് തുല്യം തന്നെ. ആർക്കും ഇദ്ദേഹത്തെ ധിക്കരിപ്പാൻ സാധിക്കുകയില്ല. ഈ സംഗതികൾ നിമിത്തം അഗ്നി സാദൃശ്യം ഈ ചക്രവർത്തിക്കുണ്ടെന്ന് തെളിയുന്നു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് പറഞ്ഞ് എന്താ നോക്കാം. അഗ്നിയുടെ അംശം ഇതിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പൃഥു മഹാരാജാവിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ലോകപാലന്മാരുടെ എല്ലാവരുടെയും അംശം ആ പൃഥു മഹാരാജാവിലുണ്ട്. ശത്രോർ മനസാബി ശത്രുക്കളെ മനസ്സുകൊണ്ട് പ്രാപ്തുമശക്യഃ ശത്രുക്കൾക്ക് പ്രാപിക്കാൻ പ്രയാസമുള്ളതാണ്. ശത്രോർ മനസാബി മനസ്സുകൊണ്ട് പ്രാപിക്കാൻ അശക്യനാണ്. ശത്രുഭി സോഢും അശക്യോഗ്നിരിവ ശത്രുക്കളും ശത്രോർ മനസാബി പ്രാപ്തും അശക്യഃ ശത്രുക്കൾക്ക് മനസ്സുകൊണ്ട് പ്രാപിക്കാൻ മനസ്സുകൊണ്ട് പോലും പ്രാപിക്കാൻ പറ്റില്ല. ശത്രുഭി ശത്രുക്കൾ സോഢും അശക്നോഗ്നിരിവ അഗ്നി എപ്രകാരമാണോ അതുപോലെ അഗ്നി എപ്രകാരമാണോ അരണിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് അതുപോലെ അദ്ദേഹത്തെ അടുക്കാൻ പറ്റാത്ത ആളാണ്. ശത്രുഭി സോടും അശക്യം അഗ്നിരിവ എന്നുള്ളതാണ് അതിൽ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ശത്രോർ മനസാബി പ്രാപ്തും അശക്യ ശത്രുഭി സോടും അശക്യാഗ്നിരിവ എന്നുള്ളതാണ് ആ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഇപ്പോൾ ദുരാസദോ ദുർവിഷഃ ആസന്നോപി വിദൂരവത് നൈവാഭിഭവിതും ശക്യോ വേനാരണ്യുത്ഥിതോ അനലഃ വേനാരണ്യുത്ഥിതഃ അനലഃ അഗ്നിഃ ആസന്നഃ അപി വിദൂരവത് ദുരാസദഃ ദുർവിഷഃ ച അഭിഭവിതും നൈവ ശക്യഃ എന്നുള്ളത് പറഞ്ഞു. അടുത്ത ശ്ലോകം 12ാമത്തെ ശ്ലോകം. അന്തർബഹിശ്ച ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈഃ പശ്യൻ കർമാണി ചാരണൈഃ
ഉദാസീന ഇവാധ്യക്ഷോ വായുരാത്മേവ ദേഹിനാം. ഈ വായുവിൻ്റെ അംശമുണ്ടെന്ന് പറയുകയാണ്. അന്തർബഹിശ്ച ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈ ഉദാസീന ഇവാധ്യക്ഷോ വായുരാത്മേവ ദേഹിനാം. ആ ഭൂതാനാം, ആ ജീവജാലങ്ങളുടെ അകത്തും പുറത്തും, അന്തഃ ബഹിഹി, പുറത്തും ഉള്ള ആ പ്രവൃത്തികളെ ചാരന്മാർ മുഖേന കണ്ടറിഞ്ഞിട്ട് ആ ശരീരികളുടെ സാക്ഷിയായിട്ടും അതുപോലെ അന്തരാത്മാവായിട്ടും വായുവിനെ പോലെ അങ്ങനെ ഉദാസീനനായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ആ പൃഥു മഹാരാജാവ് എന്നർത്ഥം. അന്തർബഹിശ്ച ഭൂതാനാം പശ്യൻ കർമാണി ചാരണൈ, അകത്തും പുറത്തുമുള്ള ആ ഭൂതങ്ങളുടെ കർമ്മങ്ങളെ കാണുന്ന ആളാണ്. പശ്യൻ, അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ ഉദാസീനനെ പോലെ, വായു ഉദാസീനനായി സഞ്ചരിക്കുന്നത് പോലെ എല്ലായിടത്തും അദ്ദേഹം പറക്കുന്നുണ്ട്. ഈ അധ്യക്ഷോ, എല്ലാവരുടെയും അധ്യക്ഷനായിട്ട്, ദേഹികളുടെയൊക്കെ അധ്യക്ഷനായിട്ട് ഇങ്ങനെ അദ്ദേഹം എല്ലായിടത്തും ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ പദങ്ങളെ ഭൂതാനാം, ജീവജാലങ്ങളുടെ അന്തഃ, അകത്തും, ബഹിഹി ച, പുറത്തും ഉള്ള കർമാണി, പ്രവൃത്തികളെ, ചാരണൈഹി, ചാരന്മാർ മുഖേന, പശ്യൻ, കാണുന്നവനായിട്ട്, ദേഹിനാം, അശരീരികളുടെ അധ്യക്ഷ, സാക്ഷിയായും, ആത്മാ, അന്തരാത്മാവായും, വായു ഇവ, വായുവെ പോലെ, ഉദാസീനനും ആയിട്ട് ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നൂടി പറയാം. ഭൂതാനാം, ജീവജാലങ്ങളുടെ അന്തഃ, അകത്തും, ബഹിഹി ച, പുറത്തും ഉള്ള കർമാണി, പ്രവൃത്തികളെ, ചാരണൈഹി, ചാരന്മാർ മുഖേന, പശ്യൻ, കാണുന്നവനായിട്ട്, ദേഹിനാം, ശരീരികളുടെ അധ്യക്ഷ, സാക്ഷിയായും, ആത്മാ, അന്തരാത്മാവായും, വായു ഇവ, വായുവെ പോലെ, ഉദാസീനനും ആകുന്നു. അത് തന്വയം വന്നിട്ട് ഭൂതാനാം അന്തഃ ബഹിഹി ച കർമാണി ചാരണൈ പശ്യൻ ദേഹിനാം അധ്യക്ഷ ആത്മാ വായു ഇവ ഉദാസീന. എന്നുകൂടി പറയാം. ഭൂതാനാം അന്തഃ ബഹിഹി ച കർമാണി ചാരണൈ പശ്യൻ ദേഹിനാം അധ്യക്ഷ ആത്മാ വായു ഇവ ഉദാസീന. ജീവജാലങ്ങളുടെ അകത്തും പുറത്തും ഉള്ള ആ പ്രവൃത്തികളെ ചാരന്മാർ മുഖേന കാണുന്നവനായിട്ട്, ആ ശരീരികളുടെ ആ സാക്ഷിയായും, അന്തരാത്മാവായിട്ടും, വായുവെ പോലെ ഉദാസീനനാണ് ഇദ്ദേഹം. അപ്പോൾ സകലരുടെയും ബാഹ്യവും ആഭ്യന്തരവുമായിരിക്കുന്ന കർമ്മങ്ങളെ ഇദ്ദേഹം ചാരന്മാർ വഴി അറിയുന്നു. കേവലം ഒരു സാക്ഷി എന്ന നിലയ്ക്ക് ഉദാസീനനായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു. വായുവിന് ശരീരത്തിലുള്ള ധർമ്മങ്ങളാണ് ഇവ. അതിനാൽ വായു അംശം പൃഥുവിൽ പൃഥുമഹാരാജാവിൽ അടങ്ങിയിരിക്കുന്നു. അവരുടെ അധ്യക്ഷൻ എന്നാൽ സാക്ഷി. ജ്ഞാതൃ ജ്ഞാന ജ്ഞേയാനാം ആവിർഭാവതിരോഭാവജ്ഞാത സ്വയം ആവിർഭാവതിരോഭാവരഹിത സ്വയം ജ്യോതി സാക്ഷീത്യുച്യതേ. സർവസാരോപനിഷത്തിൽ പറയുന്നുണ്ട് ആരാണ് സാക്ഷി എന്നുള്ളത്. ആരാ സാക്ഷി? ജ്ഞാതൃ ജ്ഞാന ജ്ഞാതൃജ്ഞാന ജ്ഞേയാനാം ആവിർഭാവതിരോഭാവജ്ഞാത സ്വയം ആവിർഭാവതിരോഭാവരഹിത സ്വയം ജ്യോതി സാക്ഷീത്യുച്യതേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ചാരന്മാർ വഴി ജീവികളുടെ അകത്തും പുറത്തുമുള്ള ആ സകല കർമ്മങ്ങളും അറിയുന്നവനാണെങ്കിലും അവരുടെ അധ്യക്ഷനും ആത്മാവുമായ വായു എന്ന പോലെ ഇദ്ദേഹം ഉദാസീനനായിട്ട് വർത്തിക്കും. അപ്പോൾ വായു അംശം രാജാവിലുണ്ടെന്ന് കാണിക്കുകയാണ്. സകല പ്രാണികളും ഉള്ളുകൊണ്ടും പുറം കൊണ്ടും ആരംഭിക്കുന്ന കർമ്മങ്ങളെ ചാരപുരുഷന്മാർ മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവൻ എങ്കിലും ഉദാസീനാവസ്ഥയിൽ ഇരിക്കുന്ന ഇദ്ദേഹം പ്രാണികളുടെ ഉള്ളിലും പുറത്തും വ്യാപരിക്കുന്ന സൂത്രാത്മാവായ വായുവെന്ന പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഭൂതാനാം അന്തർബഹിരു വ്യാപകത്വേന, ഭൂതങ്ങളുടെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിട്ട് വായുവിനെ പോലെ വർത്തിക്കുന്നു, വായുവിനെ പോലെ വർത്തിക്കുന്നു. ഭൂതാനാം അന്തർ ബഹിർ
ഭൂതാനാം അന്തർബഹിർ ബഹിർവ്യാപകത്വേന ഭൂതങ്ങളുടെ ഉള്ളിലും പുറത്തും ഭൂതാനാം അന്തർബഹിർവ്യാപകത്വേന വ്യാപിച്ചിട്ട് വായുവിനെ പോലെ വർത്തിക്കുന്നു അർത്ഥം ആണ്. വായുവിൻ്റെ അംശത്തെ പറ്റിയിട്ടാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം വന്നിട്ട് 13ാമത്തെ ശ്ലോകം. നാദണ്ഡ്യം ദണ്ഡയത്യേഷ സുതമാത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിതഃ. നാദണ്ഡ്യം ദണ്ഡയത്യേഷ സൂതമാത്മദ്വിഷാമപി. സുതമല്ല, സുതം എന്നാണ്. നാദണ്ഡ്യം ദണ്ഡയത്യേഷ സുതമാത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിതഃ. ധർമ്മമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇദ്ദേഹം തൻ്റെ വിരോധികളുടെ പുത്രൻ തന്നെയായാലും വിരോധികളുടെ പുത്രൻ തന്നെ, അതാണ് സുതം അപി, പുത്രന്മാർ തന്നെ ആയാലും ദണ്ഡ്യനല്ലെങ്കിൽ ദണ്ഡിക്കുന്നില്ല. സ്വപുത്രനെ തന്നെ ആയാലും ദണ്ഡ്യനാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യണു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാദണ്ഡ്യം ദണ്ഡിക്കുന്നില്ല. ദണ്ഡയത്യേഷ നാദണ്ഡ്യം ദണ്ഡയത്യേഷ എന്നുള്ളതിൽ ധർമ്മമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇദ്ദേഹം പഥേ സ്ഥിതഃ ഉറച്ചു നിൽക്കുന്ന ഇദ്ദേഹം ആത്മദ്വിഷാം തൻ്റെ വിരോധികളുടെ സുതം പുത്രൻ തന്നെയായാലും അദണ്ഡ്യം ദണ്ഡ്യനല്ലെങ്കിൽ ദണ്ഡിക്കുന്നില്ല. ആത്മജം സ്വപുത്രനെ തന്നെ ആയാലും ദണ്ഡ്യനാണെങ്കിൽ ശിക്ഷിക്കുന്നു. അതാണ് നാദണ്ഡം ദണ്ഡയത്യേഷ സുതമാത്മദ്വിഷാമപി ദണ്ഡയത്യാത്മജമപി ദണ്ഡ്യം ധർമ്മപഥേ സ്ഥിത. അതിലത്തെ പദങ്ങൾ നോക്കാം. ധർമ്മപഥേ ധർമ്മമാർഗത്തിൽ, സ്ഥിതഃ ഉറച്ചു നിൽക്കുന്ന, ഏഷഃ ഇദ്ദേഹം, ആത്മദ്വിഷാം തൻ്റെ വിരോധികളുടെ, സുതഃ അപി പുത്രൻ തന്നെയായാലും, അദണ്ഡ്യം ദണ്ഡ്യനല്ലെങ്കിൽ ന ദണ്ഡയതി ദണ്ഡിക്കുന്നില്ല, ആത്മജം അപി സ്വപുത്രനെ തന്നെയായാലും ദണ്ഡ്യനെങ്കിൽ ദണ്ഡയതി ശിക്ഷിക്കുന്നു. ധർമ്മപഥേ ധർമ്മമാർഗത്തിൽ സ്ഥിതഃ ഉറച്ചു നിൽക്കുന്ന, ഏഷഃ ഇദ്ദേഹം, ആത്മദ്വിഷാം തൻ്റെ വിരോധികളുടെ, സുതം അപി പുത്രൻ തന്നെയായാലും, ദണ്ഡ്യനല്ലെങ്കിൽ ന ദണ്ഡയതി ദണ്ഡിക്കുന്നില്ല, ആത്മജം അപി സ്വപുത്രനെ തന്നെയായാലും ദണ്ഡ്യനെങ്കിൽ ദണ്ഡയതി ശിക്ഷിക്കുന്നു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് ധർമ്മപഥേ സ്ഥിതഃ ഏഷഃ ആത്മദ്വിഷാം സുതം അപി അദണ്ഡ്യം ന ദണ്ഡയതി. പിന്നെ ആത്മജം അപി ദണ്ഡ്യം ദണ്ഡയതി എന്നുകൂടി പറയാം. ധർമ്മപഥേ സ്ഥിതഃ ഏഷഃ ആത്മദ്വിഷഃ സുതം അപി അദണ്ഡ്യം ന ദണ്ഡയതി, ആത്മജം അപി ദണ്ഡ്യം ദണ്ഡയതി. ധർമ്മമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഇദ്ദേഹം തൻ്റെ വിരോധികളുടെ പുത്രൻ തന്നെ ആയാലും ദണ്ഡ്യനല്ലെങ്കിൽ ദണ്ഡിക്കുന്നില്ല, സ്വപുത്രനെ തന്നെ ആയാലും ദണ്ഡ്യപുത്രനെങ്കിൽ ശിക്ഷിക്കുന്നു. അപ്പോൾ യമധർമ്മൻ്റെ ഗുണങ്ങളാണ് ഇവിടെ വിവക്ഷ. തൻ്റെ ശത്രുക്കളുടെ മക്കളായാൽ പോലും അവർ നിരപരാധികളാണെങ്കിൽ അവരെ ദണ്ഡിക്കുകയില്ല. അപരാധം ചെയ്താൽ സ്വന്തം പുത്രനെ പോലും ശിക്ഷിക്കും.
അപ്പോൾ ധർമാനുഷ്ഠാനത്തിൽ നിരതമായിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്രകാരം ആണെന്നർത്ഥം. യമധർമ്മരാജാവിൻ്റെ ആ അംശത്തെ അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ധർമ്മമാർഗത്തിൽ ഇരിക്കുന്ന ഇദ്ദേഹം യമനെപ്പോലെ ശത്രുക്കളുടെ പുത്രനാണെങ്കിലും ശിക്ഷ ചെയ്യേണ്ടാത്തവരെ ശിക്ഷിക്കുകയില്ല. ശിക്ഷാർഹനാണെങ്കിൽ സ്വന്തം പുത്രനെ പോലും ശിക്ഷിക്കുകയും ചെയ്യുന്നു. യമധർമ്മരാജാവിനെ പോലെ ധർമ്മം തെറ്റാതെ പ്രജകളെ രക്ഷിക്കുന്ന ഇദ്ദേഹം ശിക്ഷാർഹനല്ലാത്ത ഒരുവൻ സ്വശത്രു പുത്രനായിരുന്നാലും അവനെ ശിക്ഷിക്കുകയില്ല. ശിക്ഷിപ്പാൻ അർഹനാണെന്ന് കണ്ടാൽ സ്വപുത്രനായിരുന്നാലും അവനെ ശിക്ഷിക്കുകയും സ്വപുത്രൻ ഈ രണ്ടു പേരും ഈ രാജാവിന് തുല്യം തന്നെ എന്ന് കാണിപ്പാനാണ് ആ സൂതാത്മാവിഷാമപി എന്ന് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറയണത് നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ ഏഷദ്വിഷാം, അദ്ദേഹം തന്നെ ദ്വേഷിക്കുന്ന പുത്രദണ്ഡ്യം, ആൾക്കാരുടെ പുത്രമദണ്ഡ്യം, പുത്രനെ അദണ്ഡ്യം ദണ്ഡിക്കണ്ടെന്നുണ്ടെങ്കിൽ ന ദണ്ഡേതി, ദണ്ഡിക്കുകയില്ല. ദണ്ഡ്യമാത്മജമപി, സ്വന്തം പുത്രനാണ് അവനെ ദണ്ഡിക്കണം എന്നുണ്ടാണെങ്കിൽ ദണ്ഡേതി, ദണ്ഡിക്കുന്നു. ഏഷദ്വിഷാം, അപ്രകാരമുള്ള ആ പൃഥ്വിമഹാരാജാവ് തന്നെ ദ്വേഷിക്കുന്നവരുടെ പുത്രമദണ്ഡ്യം, പുത്രന്മാരെ അദണ്ഡ്യമാണെങ്കിൽ ദണ്ഡിക്കേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ദണ്ഡയതി, ദണ്ഡ്യം ആത്മജമപി, സ്വന്തം പുത്രനാണ് അവൻ ദണ്ഡിക്കേണ്ടതാണെന്ന് അറിഞ്ഞാൽ അവനെ ദണ്ഡിക്കുന്നു, ദണ്ഡയതി. അപ്പോൾ ഇത് വ്യാഖ്യാനം വന്നിട്ട് ഏഷദ്വിഷാം പുത്രമദണ്ഡ്യം ന ദണ്ഡയതി ദണ്ഡ്യമാത്മജമപി ദണ്ഡയതി. ഒന്നും കൂടി പറയാം. ഏഷദ്വിഷാം പുത്രമദണ്ഡ്യം ന ദണ്ഡയതി ദണ്ഡ്യമാത്മജമപി ദണ്ഡയതി എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 14. അസ്യാപ്രതിഹതം ചക്രം പൃഥോരാമാനസാചലാൽ വർത്തത്തെ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈഃ. അസ്യാ പ്രതിഹതം ചക്രം പൃഥോരാമാനസാചലാത് വർത്തത്തെ ഭഗവാനർക്കോ യാവത്തപതി ഗോഗണൈഃ. ആമാനസാചലാൽ എന്ന് പറഞ്ഞാൽ മാനസപർവ്വത പര്യന്തം. മാനസാചലാൽ, ആമാനസാചലാൽ എന്ന് പറഞ്ഞാൽ മാനസപർവ്വത പര്യന്തം ഭഗവാൻ അർക്കഃ, സൂര്യഭഗവാൻ ഗോഗണഹി കിരണങ്ങളെ കൊണ്ട് യാവത് ഏതുവരെ പ്രകാശിക്കുന്നുവോ അപ്രതിഹതം തടസ്ഥം കൂടാതെ അവിടം വരെ അസ്യ പൃഥോഹോ ആ പൃഥുവിൻ്റെ ചക്രം രഥചക്രം വർത്തതേ ചെന്നെത്തുന്നു. മാനസപർവ്വതം വരെ ആ പൃഥുവിൻ്റെ ചക്രം ഉരുണ്ടു പോകണു എന്നർത്ഥം. സൂര്യൻ്റെ എവിടെയാണ് അവസാനം എത്തുന്നത് വെച്ചാൽ അവിടം വരെ ആ പൃഥുവും അദ്ദേഹത്തിൻ്റെ രഥവും അങ്ങനെ സഞ്ചരിക്കണു എന്നർത്ഥം. അപ്പം അസ്യാപ്രതിഹതം എന്ന് പറഞ്ഞാൽ തടസ്ഥം കൂടാതെ ചക്രം, ആ പൃഥുവിൻ്റെ ചക്രം രഥചക്രം. പൃഥോരാമാനസാചലാൽ, മാനസാചലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസ പർവ്വതം വരെ അത് പോവും. വർത്തതേ ഭഗവാനർക്കോ, സൂര്യൻ എങ്ങനെയാണ് അതുവരെ അവിടം വരെ വർത്തിക്കുന്നത് അതുപോലെ യാവത്തപതി ഗോഗണൈഃ അവിടം വരെ ആ പൃഥുവിൻ്റെ ചക്രം വർത്തതേ ചെന്നെത്തുന്നു. ആ തൻ്റെ കിരണങ്ങളെ കൊണ്ട്, സൂര്യൻ അതാണ് ഗോഗണൈഃ, തൻ്റെ കിരണങ്ങളെ കൊണ്ടെന്നുള്ളതാണ് ഗോഗണൈഃ. അതിലത്തെ പദങ്ങൾ നോക്കാം. ആമാനസാചലാൽ മാനസപർവ്വത പര്യന്തം ഭഗവാനർക്കഃ സൂര്യഭഗവാൻ
ഗോഗണൈഹി കിരണങ്ങളെ കൊണ്ട് യാവത് ഏതുവരെ തപതി പ്രകാശിക്കുന്നുവോ അപ്രതിഹതം തടസ്ഥം കൂടാതെ അവിടം വരെ അസ്യ പൃഥോഹോ ഈ പൃഥുവിൻ്റെ ചക്രം രഥചക്രം വർത്തതേ ചെന്നെത്തുന്നു. ഒന്നും കൂടി പറയാം. ആ മാനസാജലാൽ മാനസപർവ്വത പര്യന്തം ഭഗവാൻ അർക്കഹ സൂര്യഭഗവാൻ ഗോഗണൈഹി കിരണങ്ങളെ കൊണ്ട് യാവത് ഏതുവരെ തപതി പ്രകാശിക്കുന്നുവോ അപ്രതിഹതം തടസ്ഥം കൂടാതെ അവിടം വരെ അസ്യ പൃഥോഹോ ഈ പൃഥുവിൻ്റെ ചക്രം രഥചക്രം വർത്തതേ ചെന്നെത്തുന്നു. അതിൽ അന്വയം വന്നിട്ട് ആ മാനസാജലാൽ ഭവാൻ അർക്കഹ ഗോഗണൈഹി യാവത് തപതി അപ്രതിഹതം അസ്യ പൃഥോഹോ ചക്രം വർത്തതേ. എന്നുകൂടി പറയാം. ആ മാനസാചലാത് ഭഗവാൻ അർക്കഹ ഗോഗണൈഹി യാവത് തപതി അപ്രതിഹതം അസ്യ പൃഥോഹോ ചക്രം വർത്തതേ. മാനസപർവ്വത പര്യന്തം ആ സൂര്യഭഗവാൻ കിരണങ്ങളെ കൊണ്ട് ഏതുവരെ പ്രകാശിക്കുന്നുവോ തടസ്ഥം കൂടാതെ അവിടം വരെ ഈ പൃഥുവിൻ്റെ രഥചക്രം ചെന്നെത്തുന്നു. ആണ് ഇദ്ദേഹത്തിൻ്റെ പക്ഷപാതരഹിതനാണെന്ന് സാരം. തടസ്ഥങ്ങൾക്കൊന്നും വഴങ്ങാത്ത ഇദ്ദേഹത്തിൻ്റെ രഥചക്രം ആദിത്യരശ്മികൾക്ക് എത്താൻ കഴിയുന്ന മാനസപർവ്വതം വരെ ചെന്നെത്തും. രഥപഥവ്യാപ്തിയാണ് ഇവിടെ പറയണത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പൃഥുവിൻ്റെ ആജ്ഞ മാനസപർവ്വതമടക്കം സൂര്യൻ എവിടെയെല്ലാം പ്രകാശിക്കുന്നുവോ അവിടെ മുഴുവൻ യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൃഥു മഹാരാജാവിൻ്റെ ആജ്ഞയും അസൈന്യവും രഥചക്രവും ഭഗവാൻ സൂര്യരശ്മികൾ കൊണ്ട് ഏത് ഭാഗം വരെ വ്യാപിക്കുന്നുണ്ടോ ആ മാനസപർവ്വതം വരെ തടസ്സമില്ലാതെ വ്യാപരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. അസ്യ മാനസോത്തരപർവ്വത പര്യന്തം അപ്രതിഹതം ചക്രം വർത്തതേ. ആ പൃഥ്വിമഹാരാജാവിൻ്റെ രഥചക്രം മാനസോത്തരപർവ്വത പര്യന്തം ഉത്തര ദിക്കിൽ മാനസപർവ്വതം അതും കഴിഞ്ഞ് യാതൊരു തടസ്സവും കൂടാതെ അപ്രതിഹതം തടസ്സവും കൂടാതെ ചക്രം വർത്തതേ ആ ചക്രം വർത്തിക്കുന്നു. അസ്യ മാനസോത്തരപർവ്വത പര്യന്തം അപ്രതിഹതം ചക്രം വർത്തതേ. ആ മാനസപർവ്വതത്തിനും അപ്പുറം ആ രഥചക്രം അങ്ങനെ ഉരുണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള പറയുന്നത്. അസ്യ മാനസോത്തരപർവ്വത പര്യന്തം അപ്രതിഹതം ചക്രം വർത്തതേ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അടുത്തത് 15-ാമത്തെ ശ്ലോകം. രഞ്ജയിഷ്യതി ആത്മവിശ്ചേഷ്ടിതൈഃ അഥാമുമാഹൂരാജാനം മനോരഞ്ജനകൈഃ പ്രജാഃ. രഞ്ജയിഷ്യതി യല്ലോകമയമാത്മവിചേഷ്ടിതൈഃ രഞ്ജിപ്പിക്കണമെന്നർത്ഥം ലോകത്തെ. അഥാമുമാഹുരാജാനാം മനോരഞ്ജനകൈഃ പ്രജാഃ മനസ്സിനിണങ്ങണ ആ ആത്മവിചേഷ്ടിതങ്ങളെ കൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇദ്ദേഹം ലോകരെ രഞ്ജിപ്പിക്കുന്നു. അതിനാൽ ആ പ്രജകൾ ഇദ്ദേഹത്തെ രാജാവെന്ന് വിളിക്കുന്നു. അഥാമുമാഹു അതുകൊണ്ട് അദ്ദേഹത്തെ രാജാവ് എന്ന് വിളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രഞ്ജയിഷ്യതി ലോകം ലോകത്തെ രഞ്ജിപ്പിക്കുന്നു. അയം വിശ്ചേഷ്ടിതൈഃ മനസ്സിനിണങ്ങുന്ന തൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ലോകത്തെ അങ്ങനെ രഞ്ജിപ്പിക്കുന്നു. ഇദ്ദേഹം ലോകരെ രഞ്ജിപ്പിക്കുന്നു. അങ്ങനെ അതിനാൽ പ്രജകൾ അമും ഇദ്ദേഹത്തെ രാജാവെന്ന് വിളിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. അഥ പിന്നെ മനോരഞ്ജനകൈഹി മനസ്സിനിണങ്ങുന്ന
ആത്മവിശ്ചേഷ്ടിതൈഹി തൻ്റെ പ്രവർത്തനങ്ങളാൽ അയം ഇദ്ദേഹം ലോകം ലോകരെ രഞ്ജയിഷ്യതി രഞ്ജിപ്പിക്കുന്നു. യത് അതിനാൽ പ്രജാഹ പ്രജകൾ അമും ഇദ്ദേഹത്തെ രാജാനം രാജാവെന്ന് ആഹുഹു വിളിക്കുന്നു. അഥ പിന്നെ മനോരഞ്ജനകൈഹി മനസ്സിനിണങ്ങുന്ന ആത്മവിചേഷ്ടിതൈഹി തൻ്റെ പ്രവർത്തനങ്ങളാൽ അയം ഇദ്ദേഹം ലോകം ലോകരെ രഞ്ജയിഷ്യതി രഞ്ജിപ്പിക്കും. യത് അതിനാൽ പ്രജകൾ അമും ഇദ്ദേഹത്തെ രാജാനം രാജാവെന്ന് ആഹുഹു വിളിക്കുന്നു. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് അഥ മനോരഞ്ജനകൈഹി ആത്മവിശ്ചേഷ്ടിതൈഹി അയം ലോകം രഞ്ജയിഷ്യതി യത് പ്രജാഃ അമും രാജാനം ആഹുഹു. അഥ മനോരഞ്ജനകൈഹി ആത്മവിശ്ചേഷ്ടിതൈഹി അയം ലോകം രഞ്ജയിഷ്യതി യത് പ്രജാഃ അമും രാജാനം ആഹുഹു. പിന്നെ ആ മനസ്സിനിണങ്ങുന്ന ആ തൻ്റെ പ്രവർത്തനങ്ങളാൽ ഇദ്ദേഹം ലോകരെ രഞ്ജിപ്പിക്കുന്നു. അതിനാൽ ആ പ്രജകൾ ഇദ്ദേഹത്തെ രാജാവെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം തൻ്റെ ആ മനോഹരങ്ങളായ പ്രവൃത്തികളിൽ പ്രജകളെയെല്ലാം ആനന്ദിപ്പിക്കുന്നു. അതിനാൽ മനസ്സ് കുളിർന്ന് ആ പ്രജകൾ ഇദ്ദേഹത്തെ രാജാവെന്ന് വിളിക്കുന്നു. രഞ്ജിപ്പിക്കുന്നവൻ രാജാവെന്ന് വിശേഷണത്തോടു കൂടിയിട്ട് വിളിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം തൻ്റെ മനോരഞ്ജകങ്ങളായിരിക്കുന്ന ചേഷ്ടകളാൽ പ്രജകളെയെല്ലാം ആനന്ദിപ്പിക്കുന്നതിനാൽ പ്രജകളെല്ലാം ഇദ്ദേഹത്തെ രാജാവെന്ന് വിളിക്കുന്നു. ഇദ്ദേഹം ലോകത്തെ തന്നിൽ അനുരഞ്ജിപ്പിക്കുന്ന ധർമ്മ പരിപാലന പ്രവൃത്തികൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്നു. അതുനിമിത്തം പ്രജകൾ ഇദ്ദേഹത്തെ രാജാവെന്ന് പറയും. ഇദ്ദേഹത്തിൽ രാജശബ്ദം അർത്ഥവത്തായിട്ട് ഭവിക്കണു. അതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. അയം ആത്മചരിതൈർ ലോകം രഞ്ജയിഷ്യതി. സ്വന്തം ആ ആത്മചരിത്രങ്ങളെ കൊണ്ട് ലോകത്തെ രഞ്ജിപ്പിക്കുന്ന ആളാവുകൊണ്ട് ഇദ്ദേഹത്തെ രാജാവെന്ന് വിളിക്കുന്നു. അയം ആത്മചരിതൈർ ലോകം രഞ്ജയിഷ്യതി. അയം ആത്മചരിതൈർ ലോകം രഞ്ജയിഷ്യതി. ഇദ്ദേഹം ആ സ്വന്തം ആ മനോരഞ്ജകങ്ങളായിരിക്കുന്ന പ്രവൃത്തികളെ കൊണ്ട് ലോകരെ രഞ്ജിപ്പിക്കുന്നു. ഇനി ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.